ഹലോ, ശ്രീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നല്ലൊരു ദം ബിരിയാണിയുടെ റെസിപ്പിയാണിന്ന്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും 2-3 പച്ചമുളകും കൂടി ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് ബിരിയാണിയുടെ മസാലയാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് മല്ലിയിലയും പുതിനയിലയും പച്ചമുളകും കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതോടൊപ്പം തന്നെ കുറച്ച് തൈരും കൂടെ ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 3 സവാള നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ സവാളയാണെങ്കിൽ 4 എണ്ണം എടുക്കാം. അപ്പോൾ ആ സവാള നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതോടൊപ്പം തന്നെ 2 വലിയ പഴുത്ത തക്കാളി കൂടി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ഇനി അടുത്തത് മുളക് പൊടിയാണ്. ഇതിപ്പോൾ ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടുള്ള കുരുമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇങ്ങനെ കുരുമുളകായിട്ടില്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്താലും മതി. ഇനി അതോടൊപ്പം തന്നെ കുറച്ച് പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകം അതുപോലെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി അങ്ങ് പേസ്റ്റ് ആക്കിയതല്ല, ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അത് ഇതിലേക്കങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കല്ലുപ്പുണ്ടെങ്കിൽ അത് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇവിടെ ഇപ്പം കല്ലുപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പം പൊടിയുപ്പ് തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതോടൊപ്പം ചേർക്കുന്നത് ബിരിയാണി മസാലയാണ്. ഇതിപ്പോൾ ഈസ്റ്റേണിൻ്റെ ബിരിയാണി മസാല നേരത്തെ വാങ്ങി ഈ ബോട്ടിലാക്കി അടച്ചു വെച്ചിരുന്നതാണ്. ബിരിയാണി മസാല നമ്മൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇതിൽ ചേർത്ത് കൊടുക്കണം. ബിരിയാണി മസാല ഇടുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി കൈ കൊണ്ട് തന്നെ നന്നായി ഇങ്ങനെ പുരട്ടിയെടുക്കണം. കൈവച്ച് പുരട്ടുന്ന കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കേണ്ട. ഇത് കൈവച്ച് തന്നെ പുരട്ടിയെടുത്തെങ്കിലേ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ആ ഒരു സവാളയിലേക്ക് വരെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരണം. അതുവരെ നന്നായി അങ്ങ് പുരട്ടി കൊടുക്കണം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഇപ്പോൾ ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. നിങ്ങൾ വലിയ കഷ്ണങ്ങളായിട്ട് കുറച്ചും കൂടി വലിയ കഷ്ണങ്ങളായിട്ട് ബിരിയാണിക്ക് എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കിലോ അരിയുടെ ബിരിയാണിയാണ് ഇത് ഉണ്ടാക്കുന്നത്. ചിക്കനിലേക്ക് മസാലകളെല്ലാം ഇതുപോലെ പുരട്ടി വെച്ച് ഇനി കുക്കറിൻ്റെ ഒരു അടപ്പ് വെച്ച് ക്ലോസ് ചെയ്യേണ്ട. അടപ്പ് ജസ്റ്റ് ഇതിനകത്തേക്കൊന്ന് വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. നമ്മൾ ആ ഒരു ലോക്ക് ഇട്ട് കൊടുക്കുന്നില്ല. മുകളിലത്തെ ആ ഒരു വിസിലും എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഒരു 5 മിനിറ്റോളം നമുക്ക് ചെറിയ തീയിലിരുന്ന് ചിക്കനൊക്കെ ഒരു പകുതി മുക്കാൽ വേവാവുന്ന വരെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ദേ ഈ ഒരു പരുവത്തിൽ ആയി വന്നിട്ടുണ്ട്. ചിക്കൻ ഇങ്ങനെ വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് വേണ്ടുന്ന അരി നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ പുറത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാള വറുത്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ലെയർ ചോറിട്ട് കൊടുക്കാം. ഞാനിപ്പം ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൈമ റൈസോ മറ്റേതെങ്കിലും ബിരിയാണി അരികളോ ഏതെങ്കിലും എടുക്കാം. ഞാനിപ്പം ബസ്മതി റൈസ് വെച്ചാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ലെയറിൽ ചോറ് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ മുകളിലേക്ക് സവാള വറുത്തതും കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തതും കുറച്ച് സവാള വറുത്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതോടൊപ്പം തന്നെ പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതോടൊപ്പം തന്നെ മല്ലിയില പുതിനയില ഇതൊക്കെ അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒരു ലെയർ ചോറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ലെയർ ചോറും കൂടെ നിരത്തിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ക്യാരറ്റും ബാക്കി വന്ന കുറച്ച് പൈനാപ്പിളും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫൈനലി ലാസ്റ്റ് വന്ന മുന്തിരിയും അണ്ടിപ്പരിപ്പും എല്ലാം കുറേശ്ശെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില പുതിനയില ഇതെല്ലാം ഓരോ ലെയറിലും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇടയ്ക്കൊരു മഞ്ഞ കളർ വരുന്നതിന് വേണ്ടി നമുക്കിതിലേക്ക് ഇതുപോലെ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തെടുത്തതാണ്. ഒരു 2-3 ടീസ്പൂൺ പാലിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ ഇതുപോലെ ഒരു മഞ്ഞ നിറത്തിൽ കിട്ടും. അത് നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്താൽ ചോറിൽ ഇടയ്ക്കിടയ്ക്ക് മഞ്ഞ നിറം വരാം. നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുന്ന കളറൊക്കെ ചേർത്ത് കൊടുക്കുന്നതിനേക്കായി നല്ലത് ഇതാണ്. ഇനി നമുക്ക് ഫൈനലി ഒരു ലെയറും കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ആ ചോറും കൂടി ഇട്ടിട്ട് നമുക്ക് ബാക്കി വന്ന ക്യാരറ്റും പൈനാപ്പിളും മല്ലിയിലയും എല്ലാം ഇതിലേക്കങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യുടെ ഒരു നല്ല മണമൊക്കെ നമ്മുടെ ബിരിയാണിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതാണ് പൈനാപ്പിൾ ഫ്ലേവർ എസൻസ് ആണിത്. നമ്മളിതിൽ പൈനാപ്പിൾ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു 3-4 ഡ്രോപ്പ് മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇത് ദം ചെയ്തെടുക്കേണ്ട സമയമാണ്. ഇനി കുക്കർ അടച്ച് വയ്ക്കാം. കുക്കറിൻ്റെ ആ ഒരു വിസിലും അകത്തെ ആ ഒരു വാഷറും ഞാൻ ഊരി മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം കുക്കർ നന്നായി ക്ലോസ് ചെയ്ത് തന്നെ അടച്ച് വെക്കണം. ഇനി അതേ സ്റ്റൗവിലേക്ക് തന്നെ ഇതുപോലൊരു ദോശക്കല്ല്, പഴയ ദോശക്കല്ലെടുത്താൽ മതി, അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് പുറത്തേക്ക് കുക്കർ എടുത്ത് വെച്ച് ചെറിയ സിമ്മിലിട്ട് നമുക്ക് ഇതൊന്ന് ദം ചെയ്തെടുക്കാം. ആദ്യം തന്നെ ദോശക്കല്ലൊന്ന് ചൂടായതിന് ശേഷം വേണം നമ്മൾ കുക്കർ അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാൻ. ഒരു 15-20 മിനിറ്റ് വരെ നമ്മുടെ ഈ കുക്കർ ദോശക്കല്ലിൻ്റെ മുകളിലിരുന്ന് ചൂടായി വരണം. ആദ്യത്തെ ഒരു 10 മിനിറ്റ് നമുക്ക് സ്റ്റൗ ഓണാക്കി വെക്കാം. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് ആ ദോശക്കല്ലിൻ്റെ ചൂടിൽ തന്നെ കുക്കർ വെച്ച് ദം ചെയ്തെടുക്കാം. ഈ സമയങ്ങളിലൊക്കെ സ്റ്റൗ സിമ്മിലിടാനേ പാടുള്ളൂ. ഒരിക്കലും ചൂട് കൂട്ടി വെക്കരുത്. ചെറിയ ചൂടിലിരുന്ന് തന്നെ ദമ്മായി വരണം. ഇതുപോലെ ഒരു 15 മിനിറ്റിന് ശേഷം ഞാനതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ആ പൈനാപ്പിളിൻ്റെയും ആ എസെൻസിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ച നെയ്യുടെയൊക്കെ നല്ലൊരു മണം തന്നെ നമ്മുടെ ബിരിയാണിക്കുണ്ട്. ഇനി ഈ ബിരിയാണി സെർവ് ചെയ്യാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടി പുറത്തുനിന്നുള്ള ആ ഒരു ചോറ് കുറച്ചിങ്ങ് മാറ്റുന്നുണ്ട്. ചോറൊന്നും ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല. നല്ല കറക്റ്റ് പരുവത്തിനാണ് നമുക്ക് ചോറൊക്കെ കിട്ടിയിരിക്കുന്നത്. റൈസൊക്കെ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. 3/4 ഭാഗം വേവാകുമ്പോഴാണ് നമ്മൾ റൈസ് കോരി മാറ്റേണ്ടത്. അതിന് ശേഷമാണ് നമ്മൾ ദം ചെയ്യാൻ വേണ്ടി ചിക്കൻ കറിയുടെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ദം ബിരിയാണി നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ചിക്കൻ്റെ പീസും ആ ഒരു ഗ്രേവിയും കൂടെ നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്തുകൂടെ നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ ഈ ദം ബിരിയാണി സെർവ് ചെയ്തെടുക്കാൻ. നല്ലൊരു മണവും ഫ്ലേവറും ഒക്കെയുള്ള നല്ലൊരു ദം ബിരിയാണിയുടെ റെസിപ്പിയാണ്. എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് സൈഡ് ഡിഷായിട്ട് തൈരോ അച്ചാറോ പപ്പടമോ ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട്